Hello, my dears. In the last class, we are discussing the properties of integers. Okay. Then closure property എന്താണ് നമ്മൾ കണ്ടു. Commutative property എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? Closure property of integers. Then commutative property for integers. അതിൻ്റെ additionും subtractionുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. Okay. Today we are discussing associative പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞിരുന്നു 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലെ. ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അത് നമ്മുടെ ഫസ്റ്റ് കേസ് നോക്കുവാണ്. അഡീഷന്റെ കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 ഇൻറ്റിജേഴ്സ് എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ഇൻറ്റിജേഴ്സ് എടുക്കുക. ഓക്കെ, ഞാനിവിടെ 3 ഇൻറ്റിജേഴ്സ് എടുക്കുകയാണ്. -6, 3, -4. ഞാൻ ഈ 3 ഇൻറ്റിജേഴ്സ് ആണ് എടുക്കുന്നത്. ക്ലോഷർ പ്രോപ്പർട്ടിയിലും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിലും നമ്മൾ 2 ഇൻറ്റിജേഴ്സ് ആണ് എടുത്ത് ചെക്ക് ചെയ്തത്. അസോസിയേറ്റീവ് ആകുമ്പോൾ നമുക്ക് 3 ഇൻറ്റിജേഴ്സ് വേണം. ഞാൻ 3 ഇൻറ്റിജേഴ്സ് എടുത്തു. -6, 3, -4. ഓക്കെ, ഇനി നമ്മളിത് ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? -6 + 3 + -4. നോക്കിക്കേ, -6 നമ്മൾ അഡീഷൻ ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആവുമ്പം -6 + 3 + -4 നമ്മൾ ബ്രാക്കറ്റിനകത്ത് ഇടണം. നമ്മൾ 3 നമ്പർ എടുക്കുന്നു. ഫസ്റ്റത്തെ നമ്പർ അവിടെ ഇട്ടിട്ട് ലാസ്റ്റത്തെ 2 നമ്പർ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തു. അപ്പൊ നമ്മൾ ബ്രാക്കറ്റിലുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ബ്രാക്കറ്റിനകത്തുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിച്ച ശേഷമാണ് നമ്മൾ പുറത്തേക്കുള്ളത് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ ബ്രാക്കറ്റിൽ കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? യെസ്, 3 + -4 ആണ്. അപ്പൊ നമ്മൾ ആദ്യം -6 + 3 + -4, പ്ലസും മൈനസും കൂടെ കന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് മാത്രം മതി, 3 - 4 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -6 + 3 - 4. 3 - 4, വാട്ട് ഈസ് 3 - 4? യെസ്, -1 ആണ്. ഓക്കെ, വീണ്ടും നമുക്കിവിടെ പ്ലസും മൈനസും കിടക്കുന്നുണ്ട്. നമുക്കപ്പം -6 പ്ലസും മൈനസും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് ആണ്. ഓക്കെ, അപ്പൊ -6 - 1, -6 -1, രണ്ടും സെയിം സൈൻ ആണ്. രണ്ടും സെയിം സൈൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചേക്കുന്നത്? യെസ്, ആഡ് ചെയ്യണം. എന്നിട്ട് ആ സൈൻ ഏതാണോ അത് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ -6 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -7 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ഇത് ചെയ്തപ്പം കാൽക്കുലേഷൻ ചെയ്തപ്പം നമുക്ക് -7 എന്നാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റത്തെ 2 നമ്മൾ ആദ്യം ബ്രാക്കറ്റിനകത്ത് ഇട്ടത്. ഇനി നമ്മൾ ഫസ്റ്റത്തെ 2 പേരെ നമ്മൾ ബ്രാക്കറ്റിനകത്ത് ഇടാൻ പോവുകയാണ്. ദാറ്റ് ഈസ് -6 + 3. അത് നമ്മൾ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നു. പ്ലസ് -4 എന്ന് എഴുതുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. -6 + 3. ഓക്കെ, ഡിഫറൻറ്റ് സൈൻ ആണ്. ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവുമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കുക. ഓക്കെ, അപ്പം 6 ന്ന് 3 പോയാൽ നമുക്കറിയാം 3 ആണ്. വലിയ നമ്പർ 6 ആയതുകൊണ്ട് 6ന്റെ സൈനായ നെഗറ്റീവ് നമ്മൾ കൊടുത്തു. ഓക്കെ, -3. ഇവിടെ ഒരു പ്ലസും മൈനസും കിടപ്പുണ്ട് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസും മൈനസും കൂടെ കിടന്നു കഴിഞ്ഞാൽ മൈനസ് ആണ്. അപ്പൊ നമുക്കിവിടെ -4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -7. ഇവിടെയും സെയിം സൈൻ ആണ്. -3 - 4 ഈക്വൽ ടു -7 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തപ്പം -6 + 3 + -4 എന്ന് പറഞ്ഞാലും -6 + 3 + -4 ഇങ്ങനെ ചെയ്താലും നമുക്ക് സെയിം ആണ് കിട്ടുന്നത് അല്ലെ. ലാസ്റ്റത്തെ 2 ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ആഡ് ചെയ്താലും ഫസ്റ്റത്തെ 2 ബ്രാക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റത്തെ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആണ്. രണ്ടിടത്തും നമുക്ക് -7 ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും
അതായത് നമ്മുടെ ഇതിന്റെ ജനറൽ റൂൾ എന്ന് പറയുന്നത് എ ബി സി, ഇഫ് എ ബി സി ആർ 3 integers, a plus b plus c equal to a plus b plus c. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് അസോസിയേറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ 3 ഇൻറ്റിജേഴ്സ് എടുത്തു. 3 ഇൻറ്റിജേഴ്സ് എടുത്തതിനകത്ത് ലാസ്റ്റത്തെ 2 ബ്രാക്കറ്റിലിട്ട് നമ്മൾ ചെയ്തപ്പോഴും ആദ്യത്തെ 2 ബ്രാക്കറ്റിലിട്ട് ചെയ്തപ്പോഴും നമുക്ക് ആൻസർ സെയിം ആണ് കിട്ടിയേക്കുന്നത്. ഇതാണ് ഇതിന്റെ ജനറൽ റൂൾ. ഇഫ് എ ബി സി ആർ 3 ഇൻറ്റിജേഴ്സ്, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അതായത് നമ്മൾ നേരെ ആദ്യത്തെ 2 ആഡ് ചെയ്തിട്ട് മൂന്നാമത്തേത് ആഡ് ചെയ്യുമ്പോഴും ആദ്യത്തേത് അവിടെ കിടന്നുകൊണ്ട് ലാസ്റ്റത്തെ 2 ആഡ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ കിട്ടുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും അഡീഷൻ എന്ന് പറയുന്നത്, അഡീഷൻ ഈസ് അസോസിയേറ്റീവ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അഡീഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അപ്പൊ ഈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചോണം. അഡീഷന്റെ കേസിൽ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഈ പ്രോപ്പർട്ടി നിങ്ങൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. ഇതനുസരിച്ചാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പൊ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്പേഴ്സ് കിടക്കുന്നതെങ്കിൽ അത് അസോസിയേറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കേസിൽ അഡീഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സബ്ട്രാക്ഷന്റെ കേസാണ് നോക്കുന്നത്. നമ്മുടെ അടുത്ത ഓപ്പറേഷൻ ആയ സബ്ട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും അഡീഷൻ ചെയ്തതുപോലെ നമ്മൾ 3 ഇൻറ്റിജേഴ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 3 ഇൻറ്റിജേഴ്സ് എടുക്കാം. ഞാനിപ്പോ 3 ഇൻറ്റിജേഴ്സ് എടുക്കുന്നു. 5, 7, -4 എന്ന് പറയുന്ന 3 ഇൻറ്റിജർ ഞാൻ എടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ അഡീഷൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ സബ്ട്രാക്ഷനും ആദ്യത്തേത് അവിടെ ഇട്ടു. 5 മൈനസ് 7 മൈനസ് -4 എന്ന് എടുത്തു. കാരണം ഇവിടെ നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷന്റെ സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ 5 മൈനസ് 7 -4 ഇത് ഞാൻ ബ്രാക്കറ്റിനകത്തേക്ക് കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അല്ലെ. അപ്പൊ 5 മൈനസ് 7, 2 നെഗറ്റീവ് നമ്പേഴ്സ് അടുപ്പിച്ച് വന്നാൽ എന്താണ്? യെസ്, അത് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്കത് 7 + 4 എന്ന് എഴുതാം. ഓക്കെ, that is equal to 5 minus 7 + 4. what is 7 + 4? യെസ്, 11 ആണ് കിട്ടുന്നത് അല്ലെ. 7 + 4 എന്ന് പറഞ്ഞാൽ 11 ആണ്. നമുക്ക് പുറത്തൊരു 5 കിടപ്പുണ്ട്. 5 minus 11, 5 minus 11, that is these two numbers are sign different അല്ലെ, different sign ആണ്. so we have to subtract and put the sign of the biggest number. okay, here 11 minus 5. what is 11 minus 5? yes, 6 ആണ് 11 minus 5 എന്ന് പറയുന്നത്. ബിഗ്ഗസ്റ്റ് നമ്പർ 11 ആയതുകൊണ്ട് നമ്മളുടെ ആൻസർ -6 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഇത് വീണ്ടും ആദ്യത്തെ 2 നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടു. നമ്മൾ അഡീഷൻ ചെയ്തതുപോലെ തന്നെ സബ്ട്രാക്ഷനും ഇനി ആദ്യത്തെ 2 നമ്പേഴ്സ് നമ്മൾ ബ്രാക്കറ്റിനകത്ത് ഇടാൻ പോവുകയാണ്. ദാറ്റ് ഈസ് 5 minus 7 -4. ഓക്കെ, ഇവിടെ നമ്മൾ ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. 5 minus 7. what is 5 minus 7? yes, 7 minus 5 2 ആണ്. ബിഗ്ഗസ്റ്റ് നമ്പർ 7 ആയതുകൊണ്ട് -2. നോക്കി, ഇവിടെ 2 നെഗറ്റീവ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. 2 നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ യെസ് പോസിറ്റീവ് ആണ്. അപ്പൊ -2 + 4 എന്ന് കിട്ടി. what is -2 + 4? that is equal to 2 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ലാസ്റ്റത്തെ 2 ബ്രാക്കറ്റിലിട്ട് ചെയ്തപ്പോൾ നമുക്ക് -6ഉം ആദ്യത്തെ 2 ബ്രാക്കറ്റിലിട്ട് ചെയ്തപ്പോഴും നമുക്ക് 2 ആണ് കിട്ടിയേക്കുന്നത്. ഇത് രണ്ടും ഡിഫറൻറ്റ് സെയിം ആണോ? ഈ 2 അല്ല, ഇത് രണ്ടും സെയിം അല്ല. പക്ഷെ നമ്മൾ അഡീഷൻ ചെയ്തപ്പം നമ്മൾ എങ്ങനെ ചെയ്തപ്പോഴും നമുക്ക് സെയിം ആയിരുന്നു ആൻസർ കിട്ടിയത്. പക്ഷെ സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് രണ്ടും ഡിഫറൻറ്റ് ആൻസേഴ്സ് ആണ് കിട്ടിയത് അല്ലെ. അപ്പൊ നമുക്ക് പറയാം a മൈനസ് ബി മൈനസ് സി നോട്ട് ഈക്വൽ ടു, ഈക്വൽ കഴിഞ്ഞ് ഒരു വെട്ടിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ റീഡ് ചെയ്യുന്നത് നോട്ട് ഈക്വൽ ടു എന്നാണ്. നോട്ട് ഈക്വൽ ടു
എ മൈനസ് ബി മൈനസ് സി. അതായത് ഇത് ഈക്വൽ അല്ല വന്നേക്കുന്നത് അല്ലെ. എ മൈനസ് ബി മൈനസ് സി നോട്ട് ഈക്വൽ ടു എ മൈനസ് ബി മൈനസ് സി. അപ്പൊ ഇങ്ങനെ നോട്ട് ഈക്വൽ കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാവോ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണെന്ന്? നോ, സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ അസോസിയേറ്റീവ് അല്ല, ഈസ് നോട്ട് അസോസിയേറ്റീവ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈക്വൽ ആണ് കിട്ടിയെങ്കിൽ നമുക്ക് പറയായിരുന്നു സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് ഇവിടെ രണ്ടും ഡിഫറെന്റ് ആൻസേഴ്സ് ആണ് കിട്ടിയത്. സോ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് അല്ല എന്ന് ക്ലിയർ ആക്കി. അപ്പോൾ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് അഡീഷൻ മാത്രമേ ഉള്ളൂ ഇൻറ്റിജേഴ്സിന്റെ കേസിൽ അല്ലെ. നമ്മളിപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും ചെക്ക് ചെയ്തു, പക്ഷെ അഡീഷൻ മാത്രമാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് ഫോർ ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സിന്റെ കേസിൽ സബ്ട്രാക്ഷൻ അസോസിയേറ്റീവ് അല്ല. ക്ലിയർ ആയല്ലോ ഈ പ്രോപ്പർട്ടീസ്? ഓക്കെ, അപ്പൊ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി കണ്ടു, കമ്മ്യൂട്ടേറ്റീവ് കണ്ടു, ഇപ്പൊ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും കണ്ടു. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ടേം അഡിറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത വർഷം നമ്മൾ ഈ അഡിറ്റീവ് ഐഡന്റിറ്റി പഠിക്കുന്നുണ്ട്. അഡിറ്റീവ് ഐഡന്റിറ്റി അതായത് 0 എന്ന് പറയുന്ന നമ്പറാണ് അഡിറ്റീവ് ഐഡന്റിറ്റി ഫോർ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്. ഇതിൻ്റെ എല്ലാം അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം 0യോട് നമ്മൾ ഏത് നമ്പർ ആഡ് ചെയ്താലും, അതായത് ഒരു ഇൻറ്റിജർ ആഡ് ചെയ്താലും, ഹോൾ നമ്പർ എടുത്ത് ആഡ് ചെയ്താലും, ഒരു നാച്ചുറൽ നമ്പർ എടുത്ത് ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ആ സെയിം നമ്പർ തന്നെയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ 1 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു, 1നോട് കൂടി നമ്മൾ 0 ആഡ് ചെയ്തു. 1 + 0, വാട്ട് ഈസ് 1 + 0? യെസ്, 1 ആണ് കിട്ടുന്നത് അല്ലെ. നമ്മൾ ആ എടുത്ത നമ്പർ തന്നെ കിട്ടി. ഇനി നമ്മൾ തിരിച്ചിട്ടു 0 + 1, വാട്ട് ഈസ് 0 + 1? യെസ്, ദാറ്റ് ഈസ് ഓൾസോ 1. അതായത് ഏതൊരു നമ്പറിനോടും നമ്മൾ 0 ആഡ് ചെയ്താലും തിരിച്ച് ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ ആ നമ്മൾ എടുത്തിരിക്കുന്ന നമ്പർ തന്നെയാണ്. അതുകൊണ്ട് 0യെ നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നു. നാച്ചുറൽ നമ്പേഴ്സിനും ഹോൾ നമ്പേഴ്സിലും ഇൻറ്റിജേഴ്സിലും അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? 0 ആണ്. അപ്പോൾ ഓർത്തോളുക, അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞത് 0 ആണ്. 0 ഈസ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഏതിൻ്റെയൊക്കെ കേസിലാണ്? ഹോൾ നമ്പേഴ്സിന്റെ കേസിലും, നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിലും, ഇൻറ്റിജേഴ്സിന്റെ കേസിലും എല്ലാം അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഞാനിപ്പം 3 എന്ന് പറയുന്ന നമ്പർ എടുത്തു. 0 + 3, വാട്ട് ഈസ് 0 + 3? യെസ്, 3 ആണ് അല്ലെ. ഇനി ഇത് ഞാൻ തിരിച്ചിട്ടു 3 + 0, വാട്ട് ഈസ് 3 + 0? ദാറ്റ് ഈസ് ഓൾസോ 3. അതായത് 0 + 3 എന്ന് പറഞ്ഞാലും 3 + 0 എന്ന് പറഞ്ഞാലും ആൻസർ 3 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഞാനൊരു നെഗറ്റീവ് ഇൻറ്റിജർ എടുക്കുവാണ്. -6. ഓക്കെ, -6 + 0, വാട്ട് ഈസ് -6 + 0? യെസ്, -6 ആണ്. ഇനി ഞാനിത് തിരിച്ചിടുകയാണ്. 0 + -6, വാട്ട് ഈസ് 0 + -6? ദാറ്റ് ഈസ് ഓൾസോ -6. അതും -6 തന്നെയാണ്. അപ്പൊ നമുക്ക് എഴുതാം -6 + 0 എന്ന് പറഞ്ഞാലും 0 + -6 എന്ന് പറഞ്ഞാലും ആൻസർ -6 തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് ജനറൽ ആയിട്ട് പറയുകയാണ്. നമ്മൾ ഇതിന് മുമ്പ് പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്തപ്പോൾ ജനറൽ ആയിട്ട് AB എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരുന്നു അല്ലെ. ഇവിടെ ഞാനൊരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോർ എനി ഇൻറ്റിജർ A, ഫോർ എനി ഇൻറ്റിജർ A, ഞാൻ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ എടുക്കുകയാണ് A എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് A + 0 എന്ന് പറഞ്ഞാലും A + 0 എന്ന് പറഞ്ഞാൽ A ആണ്.
അത് തന്നെയാണ് 0 പ്ലസ് എ എന്ന് പറഞ്ഞാലും അല്ലെ, എ പ്ലസ് എ 0 എന്ന് പറഞ്ഞാലും 0 പ്ലസ് എ എന്ന് പറഞ്ഞാലും എനിക്ക് കിട്ടുന്ന ആൻസർ എ ആണ്. അപ്പൊ ഇത് ഓർത്തോണം. അഡിറ്റീവ് ഐഡന്റിറ്റി 0 എന്ന് പറയുന്ന നമ്പറാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. അതായത് 0യോട് ഏതൊരു ഇൻറ്റിജറോ നാച്ചുറൽ നമ്പറോ ഹോൾ നമ്പറോ ആഡ് ചെയ്താലും തിരിച്ചിട്ട് ആഡ് ചെയ്താലും നമുക്ക് ആ നമ്പർ തന്നെ കിട്ടുന്നു. സോ അഡിറ്റീവ് ഐഡന്റിറ്റി ഈസ് 0. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ എക്സസൈസ് 1.2ലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ കണ്ടു. ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇതിൻ്റെ എല്ലാം അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ 2 ഓപ്പറേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. എക്സസൈസ് 1.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഡൗൺ എ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് whose sum is -7, difference is -10, sum is 0. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് 2 ഇൻറ്റിജേഴ്സ് എഴുതണം. നമ്മൾ ഇൻറ്റിജേഴ്സ് എടുക്കുമ്പം അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഫസ്റ്റ് -7 ആൻസർ വരുന്ന രീതിയിൽ നമ്മൾ 2 നമ്പേഴ്സ് എടുക്കുക. അതായത് നമ്മൾ 2 നമ്പേഴ്സ് എടുക്കുമ്പം അത് ആഡ് ചെയ്യുമ്പം ഏത് കിട്ടണം? -7 കിട്ടിയിരിക്കണം. അപ്പൊ ഈ -7 കിട്ടുന്ന രീതിയിൽ നമ്മൾ 2 ഇൻറ്റിജേഴ്സ് എടുക്കുക, അത് ആഡ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് -7 കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ അതനുസരിച്ച് വേണം നമ്പേഴ്സ് എടുക്കാനായിട്ട്. ഇപ്പം ഞാനിപ്പോൾ 2 നമ്പേഴ്സ് എടുക്കുകയാണ്, -5ഉം -2. ഞാൻ 2 നമ്പർ എടുത്തു, -5, -2. എന്നിട്ട് ഞാനതൊന്ന് ആഡ് ചെയ്ത് നോക്കുവാണ്. -5 പ്ലസ് -2, -5 പ്ലസ് -2. ഓക്കെ, ഇവിടെ രണ്ടും പ്ലസും മൈനസും ആയതുകൊണ്ട് നമുക്കതിനെ -5 -2 എന്ന് എഴുതാം. രണ്ടും സെയിം സൈൻ ആണ്. അപ്പം നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -7 കിട്ടി. അപ്പം ഞാൻ എടുത്തേക്കുന്ന നമ്പേഴ്സ് കറക്റ്റ് ആണ്. ഞാൻ എടുത്തത് -5ഉം -2ഉമാണ്. ഇത് ഞാൻ ആഡ് ചെയ്തപ്പം എനിക്ക് ആര് തന്നെ കിട്ടി? -7 കിട്ടി. ഓക്കെ, ഇതുപോലെ നിങ്ങളും ആലോചിച്ച് നിങ്ങൾക്ക് നിങ്ങളെ എടുക്കുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പം -7 കിട്ടണം. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ആ -7 കിട്ടുന്ന രീതിയിൽ നിങ്ങൾ 2 നമ്പേഴ്സ് എടുക്കുക. ഓക്കെ, ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ വേറെ 2 നമ്പേഴ്സ് എടുക്കുകയാണ്. -12ഉം 5ഉം, -12ഉം 5ഉം. അപ്പം ഞാനിത് ആഡ് ചെയ്ത് നോക്കുവാണ്. -12 പ്ലസ് 5. ഓക്കെ, ഇനി നോക്കിയാൽ ഞാൻ ഇവിടെ ചെയ്യാൻ വന്നപ്പോൾ എനിക്കിവിടെ 2 ഡിഫറെൻറ്റ് സൈൻ ആണ്. ഡിഫറെൻറ്റ് സൈൻ ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ കൊടുക്കണം. 12ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്താൽ 7 ആണ്. സോ ദ ആൻസർ ഈസ് -7. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് -12ഉം 5ഉമാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു പെയർ മതി. റൈറ്റ് എ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് എന്നാണ്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മതി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എടുക്കുമ്പം പക്ഷെ ശ്രദ്ധിക്കണം, ആ എടുക്കുന്ന നമ്പേഴ്സ് പ്ലസ് ചെയ്യുമ്പം എന്തായിരിക്കണം ആൻസർ? -7 കിട്ടണം. ഇഷ്ടംപോലെ നമ്പേഴ്സ് നമുക്ക് അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ -17ഉം 10ഉം എടുക്കുക. -17 10, -17 പ്ലസ് 10. ഓക്കെ, ഇവിടെയും നോക്കിക്കേ 2 ഡിഫറെൻറ്റ് സൈൻ ആണ്. സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. 17ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്താൽ 7 ആണ്. വലിയ നമ്പർ 17 ആയതുകൊണ്ട് എനിക്ക് -7 കിട്ടും. ഓക്കെ, അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന നമ്പർ -17ഉം 10ഉമാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ നമ്പർ എടുക്കുക. നമ്പർ എടുക്കുമ്പോൾ നോക്കുക, ആഡ് ചെയ്യുമ്പം എന്ത് കിട്ടണം? -7 വരുന്ന രീതിയിലുള്ള നമ്പേഴ്സ് നിങ്ങൾ എടുക്കുക. ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ? ഓക്കെ, അങ്ങനെ ഇഷ്ടംപോലെ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ -7 കിട്ടും. അതനുസരിച്ച് വേണം നിങ്ങൾ നമ്പേഴ്സ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. -5, -2, -12 5, -17 10. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എക്സാമിന് എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ഒരു 2 എണ്ണം കൂടെ എഴുതി നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ, നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്
ഡിഫറൻസ് ഈസ് -10. അതായത് നമ്മൾ രണ്ട് ഇൻറ്റിജേഴ്സ് എടുക്കുന്നു, അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? -10 കിട്ടണം. അങ്ങനെ കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എടുക്കുക. നോക്കിയാൽ ആലോചിച്ച് നോക്കിയേ, ഏത് രണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് -10 കിട്ടുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. ഞാൻ രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണ്, -20യും -10ഉം എടുത്തു. ഞാൻ രണ്ട് നമ്പേഴ്സ് എടുത്തേക്കുന്നു, -20യും -10ഉം. ഞാനത് സബ്ട്രാക്ട് ചെയ്ത് നോക്കട്ടെ. -20 മൈനസ് -10. ഓക്കെ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് അടുപ്പിച്ച് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം അതെന്താകും? +10 ആകും അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ടും ഡിഫറെന്റ് സൈൻ ആണ്. ഡിഫറെന്റ് സൈൻ ആകുമ്പോൾ നമുക്കറിയാം സബ്ട്രാക്ട് ചെയ്യണം, ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈൻ കൊടുക്കണം. 20 മൈനസ് 10 ആണ്, നെഗറ്റീവ്. സോ ദി ആൻസർ ഈസ് -10. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന നമ്പർ 20യും -20യും -10ഉമാണ്. കണ്ടോ, എനിക്കിവിടെ -10 കിട്ടി. ഓക്കെ, അതുപോലെ നിങ്ങളും ആലോചിക്കുക, രണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞ് സബ്ട്രാക്ട് ചെയ്യുമ്പം -10 കിട്ടുന്ന വേറെ രണ്ട് നമ്പേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, മനസ്സിലായാലോ എങ്ങനെയാണെന്നുള്ളത്? അപ്പൊ നമ്മൾ ഈ ആൻസർ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ നമ്പേഴ്സ് എടുക്കാനായിട്ട്. വെറുതെ നമ്പർ എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പം എന്തായിരിക്കണം കിട്ടേണ്ടത്? -10 ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സം ഈസ് 0. അതായത് നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുക്കുമ്പം അത് ആഡ് ചെയ്യുമ്പം 0 കിട്ടണം. ഇത് എളുപ്പമാണ്. നമ്മൾ ഏതൊരു നമ്പർ എടുത്താലും അടുത്ത നമ്പർ എടുക്കുമ്പം അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. അതായത് ഇപ്പം നമ്മളിപ്പം 7 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ എടുത്തു, അടുത്ത നമ്പർ നമ്മൾ -7 എടുക്കുക. അപ്പൊ 7 + -7 0 ആയിക്കോളും. അപ്പൊ ഈ സം ഈ 0 എളുപ്പമാണ്. നമ്മൾ ഏതാ നമ്പർ ആണോ എടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് ആ സെയിം നമ്പർ തന്നെ നമ്മൾ എടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് -2 ഞാൻ എടുത്തു. -2 എന്ന് പറഞ്ഞ ഒരു നമ്പർ എടുത്തു, അടുത്ത അതിനോട് കൂടി ഞാൻ +2 ആഡ് ചെയ്തു. ഓക്കെ, അപ്പം -2 + 2 0 ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഓക്കെ, -2 + 2 0 ആണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന നമ്പർ -2ഉം 2 ആണ് ഞാൻ എടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ വേറെ രണ്ട് നമ്പർ എടുക്കുകയാണ്. 6 എടുത്തു, അടുത്ത ഞാൻ +6 ആണ് എടുത്തിരിക്കുന്നത്, അടുത്ത ഞാൻ എടുക്കുന്ന -6 ആണ്. 6 + -6 നമുക്കറിയാം രണ്ട് സൈൻ വന്നിട്ടുണ്ട്, പ്ലസും മൈനസും. അത് മൈനസ് ആണ്. 6 - 6 = 0. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് 6ഉം -6ഉം ആണ്. അപ്പൊ നമ്മൾ ഏത് നമ്പർ എടുക്കുന്നു, അപ്പം +6 ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അടുത്തത് അതിന്റെ -6 എടുക്കുക. +10 ആണ് എടുക്കുന്നതെങ്കിൽ -10 എടുക്കുക. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടിക്കോളും. അപ്പൊ സം ഈസ് 0 എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഏത് നമ്പർ എടുക്കുന്നോ ആ നമ്പറിന്റെ സൈൻ നിങ്ങൾ നോക്കുക. പ്ലസ് ആണെങ്കിൽ അടുത്ത എടുക്കുമ്പോൾ അതേ സെയിം നമ്പറിന്റെ തന്നെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. പ്ലസ് ആണെങ്കിൽ മൈനസ് എടുക്കുക. ക്ലിയർ ആയാലോ? ഈ 3 ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. 3ഉം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. കുറേയൊക്കെ നിങ്ങൾ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. ഏതൊക്കെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവർ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനനുസരിച്ച് നമുക്ക് ആൻസർ കിട്ടും എന്ന് ചിന്തിച്ച് വേണം നിങ്ങൾ നമ്പേഴ്സ് എടുക്കാനായിട്ട്. ഓക്കെ ഓക്കെ ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് എ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ഹൂസ് ഡിഫറൻസ് ഈസ് 8. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് രണ്ട് ഇൻറ്റിജേഴ്സ് എടുക്കുക, അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടണം? 8 കിട്ടണം. അപ്പൊ നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സ് എടുക്കാം. ഇൻറ്റിജേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആൻസർ കിട്ടേണ്ടത് ആ ഇൻറ്റിജേഴ്സ് എടുത്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടേണ്ട ആൻസർ 8 ആണ്. അതേപോലെ രണ്ട് ഇൻറ്റിജേഴ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതൊക്കെ രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്ത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 8 കിട്ടുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. -10ഉം 18ഉം എടുക്കുവാണ്. ഞാൻ -10ഉം 18ഉം എടുത്തു. -10 അതുപോലെ തന്നെ 18 ആണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ നോക്കിക്കേ, -10ഉം -18ഉം -18ഉം ഞാൻ എടുക്കുവാണ്. ഓക്കെ, -10 ആൻഡ് -18 ഇതിന്റെ ഡിഫറൻസ് ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അല്ലെ, നമ്മൾ എടുത്തിരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസ്. അപ്പൊ -10 -
-18. ഈ മൈനസ് നമ്മുടെ ഡിഫറൻസിന്റെ നെഗറ്റീവ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് എന്താകും? പോസിറ്റീവ് ആകും അല്ലെ. അപ്പൊ -10 + 18, -10 + 18 രണ്ടും ഡിഫറെന്റ് സൈൻ ആണ്. ഡിഫറെന്റ് സൈൻ ആകുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു, ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈനും കൊടുക്കുന്നു. 18 നിന്ന് 10 പോയാൽ 8 ആണ്. വലിയ നമ്പർ 18 ആയതുകൊണ്ട് ആൻസർ എന്ത് വരും? 8 തന്നെ കിട്ടുന്നു. സോ അവർ ആൻസർ ഈസ് കറക്റ്റ്. ഡിഫറൻസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 8 ആയിരിക്കണം എന്നാണ് അല്ലെ. നമ്മളിതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 തന്നെ കിട്ടി. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് -10ഉം -18ഉം ഞാൻ എടുത്തപ്പം എനിക്ക് ആൻസർ എന്ത് കിട്ടി? 8 കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് നെഗറ്റീവ് ഇൻഡിജർ ആൻഡ് എ പോസിറ്റീവ് ഇൻഡിജർ. അതായത് നമ്മൾ എടുക്കുമ്പോൾ ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും ആയിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. whose sum is -5. ആ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ -5 ആണ്. ഓക്കെ, അതായത് ഒരു നെഗറ്റീവ് ഇൻഡിജർ എടുക്കുന്നു, ഒരു പോസിറ്റീവ് ഇൻഡിജർ എടുക്കുന്നു, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -5 കിട്ടുന്നു. ഓക്കെ, ഞാനൊരു നെഗറ്റീവ് ഇൻഡിജർ എടുക്കുന്നത് -10 എടുക്കുന്നു. അതുപോലെ പോസിറ്റീവ് ഇൻഡിജർ ഞാൻ എടുക്കുന്നത് 5 ആണ്. -10 ഞാൻ എടുത്തിരിക്കുന്ന നെഗറ്റീവ് ഇൻഡിജർ ആണ്. എൻ്റെ പോസിറ്റീവ് ഇൻഡിജർ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഞാനത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പോകുവാണ്. -10 + 5, -10 + 5. അപ്പൊ നോക്കിയാൽ നമുക്ക് ഇവിടെ ഡിഫറെന്റ് സൈൻ ആണ്. സബ്ട്രാക്ട് ചെയ്യണം, ബിഗ്ഗസ്റ്റ് നമ്പറിന്റെ സൈനും കൊടുക്കണം. അപ്പൊ 10 നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. ബിഗ്ഗസ്റ്റ് നമ്പർ 10 ആയതുകൊണ്ട് അതിന്റെ സൈനായ -5 കിട്ടി. സോ അവർ ആൻസർ ഈസ് കറക്റ്റ്. അതായത് നമുക്ക് കിട്ടേണ്ട ആൻസർ -5 ആയിരുന്നു. ഞാൻ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് -10ഉം 5ഉം ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം നിങ്ങൾക്ക് ഇതുപോലെ -5 കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ എടുക്കുവാണ് -25ഉം -25ഉം 5ഉം ഞാൻ എടുത്തു. -25ഉം 5ഉം എടുക്കുകയാണ്. -25ഉം 5ഉം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് -5 കിട്ടുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ ആൻസേഴ്സ് എടുക്കാൻ. നിങ്ങൾ എടുക്കുന്ന നമ്പേഴ്സ് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നമുക്ക് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കണം, ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കണം എന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, -25ഉം 20 എടുക്കുകയാണ്. -25 ഞാൻ എൻ്റെ ഒരു നെഗറ്റീവ് ഇൻഡിജർ ആയിട്ട് എടുത്തു. പിന്നെ ഞാനൊരു പോസിറ്റീവ് ഇൻഡിജർ എടുത്തത് 20 ആണ് എടുത്തത്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. -25 + 20 രണ്ട് ഡിഫറെന്റ് സൈൻ ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 കിട്ടും, -5 കിട്ടി. അപ്പം ഇങ്ങനെ ഒരു നമ്പർ എടുത്താൽ നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരും അല്ലെ. -25ഉം 20ഉം ക്ലിയർ ആയി. അങ്ങനെ നിങ്ങൾ മാറ്റി മാറ്റി നമ്പേഴ്സ് ഇട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം ആൻസർ കിട്ടുന്നുണ്ടോ, അവർ പറഞ്ഞ പോലെ ആൻസർ ആണോ നമുക്ക് കിട്ടുന്നത് എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് എ നെഗറ്റീവ് ഇൻഡിജർ ആൻഡ് എ പോസിറ്റീവ് ഇൻഡിജർ ഹൂസ് ഡിഫറൻസ് ഈസ് -3. അതായത് നമുക്കൊരു നെഗറ്റീവ് ഇൻഡിജർ എടുക്കാം, ഒരു പോസിറ്റീവ് ഇൻഡിജർ എടുക്കാം. അതിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ -3 ആണ്. അപ്പം ഒരു നെഗറ്റീവും എടുക്കാം, ഒരു പോസിറ്റീവും എടുക്കാമെന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനൊരു നെഗറ്റീവ് എടുക്കുകയാണ്. -1 എടുത്തു, ഞാനൊരു നെഗറ്റീവ് ഇൻഡിജർ. ഒരു പോസിറ്റീവ് ഇൻഡിജർ ഞാൻ 2 എടുത്തു. നെഗറ്റീവ് ഇൻഡിജർ -1 എടുത്തു, പോസിറ്റീവ് ഇൻഡിജർ 2 എടുത്തു. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ -1 -2. ഓക്കെ, രണ്ടും സെയിം സൈൻ ആണ്. ആഡ് ചെയ്യണം, 3 കിട്ടും, -3 കിട്ടി അല്ലെ. അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ രണ്ട് നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടണമെന്നാ പറഞ്ഞത്. അത് തന്നെ നമുക്ക് കിട്ടി അല്ലെ. അപ്പം അതുപോലെ നിങ്ങൾ ഈ -3 കിട്ടുന്ന രീതിയിൽ ഒരു നെഗറ്റീവ് ഇൻഡിജറും ഒരു പോസിറ്റീവ് ഇൻഡിജറും എടുത്ത് പ്ലസ് ചെയ്ത്, ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് -3 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക.
ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ കുറച്ച് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളും കൂടെ കുറച്ച് ചിന്തിക്കണം. ഏതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും എന്ന അതേ രീതി അനുസരിച്ച് വേണം നമ്മൾ ഇൻഡിജേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ 2 പ്രോബ്ലം നന്നായിട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.